ഹായ് ഫ്രണ്ട്സ്, സൺ ഇൻഫോ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു കിടിലൻ PC ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിലോട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സമയം പാഴാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി നമുക്ക് ഈ PC-യിലോട്ടുള്ള പ്രോസസ്സർ പരിചയപ്പെടാം. പ്രോസസ്സർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് AMD Ryzen 5 5600G പ്രോസസ്സറാണ്. AMD Ryzen 5 5600G സീരീസിൽ വരുന്ന പ്രോസസ്സറാണ്. ഇതിൽ G സീരീസ് ആകുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വെക്കണമെന്നില്ല. എങ്കിലും നമ്മൾ ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുന്നത് കസ്റ്റമർ റിക്വയർമെൻറ്റ് പ്രകാരം നല്ലൊരു കിടിലൻ ഗ്രാഫിക്സ് കാർഡും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി AMD Radeon Vega ആയിട്ട് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഈ പ്രോസസ്സറിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് 4.4 GHz മിനിമം ക്ലോക്ക് സ്പീഡ് 3.9 GHz അതുപോലെ തന്നെ 6 കോറും 12 ത്രെഡുമാണ് ഈ പ്രോസസ്സറിനകത്തുള്ളത്. ഈ പ്രോസസ്സർ നമുക്ക് മാർക്കറ്റിൽ 24,000-25,000 രൂപ റേഞ്ചിൽ വരെ നമുക്കിന്ന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. Ryzen 5 5600G പ്രോസസ്സർ. അടുത്തത് ഈ PC-യിലോട്ടുള്ള മദർ ബോർഡാണ്. മദർ ബോർഡ് MSIയുടെ ആണ്. MSI B550M Pro VDH Wi-Fi. MSIയുടെ B550M Pro VDH Wi-Fi മദർ ബോർഡാണ്. മദർ ബോർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഇതേ ശ്രേണിയിൽ തന്നെ നമുക്ക് അസൂസ്, ജിഗാബൈറ്റ് ഇങ്ങനെയുള്ള ബ്രാൻഡുകളും അവൈലബിൾ ആണ്. താരതമ്യേന ഈ അസൂസ്, ജിഗാബൈറ്റ്, MSI ഇതൊക്കെ ഒരു മികച്ച ഒരു ക്വാളിറ്റി നിലവാരം പുലർത്തുന്ന മദർ ബോർഡുകൾ തന്നെയാണ്. ഇതൊരു കസ്റ്റമർ റിക്വയർമെൻറ്റും കൂടിയാണ് MSI. അതുകൊണ്ടുമാണ് നമ്മൾ MSI ബോർഡ് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും മദർ ബോർഡിൽ അവൈലബിൾ ആണ്. പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ പോർട്ടുകളും USB 3.0 4 അവൈലബിൾ ആണ്. അതുപോലെ ജിഗാബിറ്റ് LAN ഉണ്ട്. അതുപോലെ തന്നെ Wi-Fi അവൈലബിൾ ആണ്. ബോർഡിൽ തന്നെ ഇൻബിൽട്ട് Wi-Fi സംവിധാനമാണ്. പിന്നെ ഓഡിയോ ജാക്ക്, അതുപോലെ തന്നെ PS2 പോർട്ട്, അതുപോലെ VGA പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ HDMI ഉണ്ട്. അതായത് 3 ടൈപ്പ് ഡിസ്പ്ലേ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. പിന്നെ ബോർഡിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ PCI Express സ്ലോട്ട് ഉണ്ട്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 RAM സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് സാധാരണ പോലെ തന്നെ M.2 സ്ലോട്ടും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. M.2 അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ മദർ ബോർഡിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. MSIയുടെ B550M Pro VDH Wi-Fi ഒരു കിടിലൻ മദർ ബോർഡ് തന്നെയാണ്. ഏകദേശം മാർക്കറ്റിൽ 12,000-13,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ PC-യിൽ ഉപയോഗിക്കുന്ന റാം നമ്മൾ ഉപയോഗിക്കുന്നത് കോർസെയർ വെഞ്ചൻസ് കമ്പനിയുടെ 16GB 3200 MHz വരുന്ന ഒരു നല്ലൊരു മെമ്മറിയാണ്. ഇതിനകത്ത് ഹീറ്റ് സിങ്കും അതുപോലെ നല്ലൊരു കിടിലൻ റാം തന്നെയാണ്. കോർസെയർ കമ്പനിയുടെ 16GB 3200 MHz ആണ്. കോർസെയർ വെഞ്ചൻസ് കാറ്റഗറിയിൽപ്പെട്ട റാമാണ്. കോർസെയർ വെഞ്ചൻസ് 16GB DDR4 3200 MHz. ഇത് ഏകദേശം മാർക്കറ്റിൽ ഒരു 6,000 രൂപയോളം നമുക്ക് വില വരുന്നൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു റാം. പിന്നീട് നമുക്ക് PC-യിലോട്ട് ആവശ്യമായിട്ടുള്ളത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജിന് നമ്മൾ 2 ഡിവൈസ് ഉപയോഗിക്കുന്നത്, ഒന്ന് M.2 NVMe മറ്റൊന്ന് സാധാരണ SATA ഹാർഡ് ഡിസ്കുമാണ്. ഇതിൽ M.2 നമ്മൾ ഉപയോഗിക്കുന്നത് WDയുടെ 500GB WD Blue M.2 NVMe ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 4,500-5,000 രൂപ വരെ ഇന്ന് നമുക്ക് നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. WD Blue ആണ്. WD Blue M.2 NVMe. അതുപോലെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക്. WDയുടെ തന്നെ ബ്ലൂ കാറ്റഗറിയിൽ വരുന്ന 1 TB SATA ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 1 TB SATA ഹാർഡ് ഡിസ്ക് WD Blue. ഇതും ഏകദേശം മാർക്കറ്റിൽ നമുക്കൊരു 3,500 രൂപ വരെ നമുക്കിന്ന് നോർമൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത് ഞാൻ ഈ PC-യിലോട്ട് പരിചയപ്പെടുത്തുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെയും നമുക്ക് PC ബിൽഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സർ AMD Ryzen 5 5600G ആണ്. G പ്രോസസ്സറിനകത്ത് AMD Radeon Vega ആയിട്ട് ഗ്രാഫിക്സ് ഉണ്ട്. നമുക്ക് പ്രോസസ്സറിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ഗ്രാഫിക്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെയും ഈ PC ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇത് കസ്റ്റമർ റിക്വയർമെൻറ്റ് കൂടെ ആയതുകൊണ്ടും പിന്നെ അതുപോലെ കസ്റ്റമർക്ക് കുറച്ച് ഹെവി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് അതുപോലെ കുറച്ച്
ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള സോഫ്റ്റ്വെയർസും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളും കൂടെ സജസ്റ്റ് ചെയ്താണ് നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ചെയ്യാമെന്നുള്ളത്. അസൂസ് RTX 2060 6GB DDR6 OC ഡ്യുവൽ ഫാൻ ഗ്രാഫിക്സ് കാർഡാണ് ഇതിനോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അസൂസിൻ്റെ RTX 2060 6GB DDR6 OC എഡിഷനാണ്. ഡ്യുവൽ ഫാൻ ഗ്രാഫിക്സ് കാർഡാണ് ഇതിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. GeForce NVIDIA RTX 2060 6GB DDR6 OC. ഇത് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു 48,000-50,000 രൂപ ആ റേഞ്ചിൽ വരെയൊക്കെ നമുക്ക് നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അത്രയും പൈസയുടെ ഒരു മാറ്റം, ഒരു അത്രയും രൂപയുടെ ഒരു മാറ്റം ഇതിനകത്ത് ഈ PC-യുടെ അകത്ത് ഉണ്ടാകും. അതായത് 48,000-50,000 രൂപയോളം നമുക്ക് മാറ്റം ഉണ്ടാകും ഗ്രാഫിക്സിൻ്റെ ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഇതിനകത്ത് 2 ഫാൻ ഉണ്ട്. പോർട്ടുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു DVI പോർട്ട്, 2 HDMI പോർട്ട്, ഒരു ഡിസ്പ്ലേ പോർട്ട്. ഇത്രയും പോർട്ടുകളാണ് ഇതിനകത്തുള്ളത്. പിന്നീട് നമുക്ക് PC-യിലോട്ട് വേണ്ടത് പവർ സപ്ലൈ യൂണിറ്റാണ്. പവർ സപ്ലൈ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ജിഗാബൈറ്റ് കമ്പനിയുടെ 650 വാട്ട്സിൻ്റെ 80+ ബ്രോൺസ് കാറ്റഗറിയിൽപ്പെട്ട ജിഗാബൈറ്റിൻ്റെ 650 വാട്ട്സിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ്. നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നൊരു പവർ സപ്ലൈ യൂണിറ്റാണ് ജിഗാബൈറ്റിൻ്റെ ഈ ഒരു മോഡൽ. ഈ ഒരു പവർ സപ്ലൈ നമുക്ക് ഒരു 4,000 രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് നോർമൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ PC-യിലോട്ട് വേണ്ടത് ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് ആൻറ്റി സ്പോർട്സ് കമ്പനിയുടെ ഐസ് 511 MT കാറ്റഗറിയിൽ വരുന്ന ക്യാബിനറ്റാണ്. ആൻറ്റി സ്പോർട്സ് ഐസ് 511 MT ക്യാബിനറ്റാണ്. ഈ ക്യാബിനറ്റ് നമുക്ക് നോർമൽ മാർക്കറ്റിൽ ഒരു 4,500 രൂപ 5,000 രൂപ ഈ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു മികച്ചൊരു ക്യാബിനറ്റ് തന്നെയാണ്. ഒരു 3 ഫാന് ഫ്രണ്ടിലുണ്ട്, സൈഡിൽ ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ RGB ആണ്. നല്ലൊരു കിടിലൻ ഒരു ഗെയിമിംഗ് ക്യാബിനറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു പ്രോഡക്റ്റിന്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ നല്ലൊരു ക്യാബിനറ്റ് തന്നെയാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാബിനറ്റാണ് ഈ ഒരു മോഡൽ. ഈ PC-യുടെ അസംബ്ലിങ്ങും അതുപോലെ അതിനുശേഷമുള്ള വർക്കിങ്ങും ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് അത് അടുത്തൊരു വീഡിയോയിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. PC അസംബിൾഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാ ടെസ്റ്റിങ്ങും നടത്തി നോക്കി PC-യുടെ പെർഫോമൻസിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ഹാപ്പിയാണ്. എന്തായാലും അത് നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതിൻ്റെ അസംബ്ലിങ്ങും അതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു പ്രൊഡക്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.